അപ്പം ഞാൻ ദേ ഒരു ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ മോൾ എണീറ്റിട്ടേ ഉള്ളൂ. സോ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ മൂന്നുപേരൊന്ന് വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഡിന്നറും പുറത്തുനിന്ന് ആക്കാമെന്ന് കരുതി. സോ ഞാൻ പെട്ടെന്ന് പോയിട്ടൊരു ഈസി ലഞ്ച് ഉണ്ടാക്കാമെന്ന് കരുതി. അതേ ഇവിടെ ഒരാൾ ഞങ്ങളെല്ലാം മാറി മാറി നോക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യുക, അതാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെ ശരി, നമുക്ക് പോയിട്ട് നമ്മുടെ ലഞ്ച് ഉണ്ടാക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിന് നമുക്ക് ക്യാരറ്റ് സലാഡ് എന്ന് പേരിടാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഇട്ടു, കടുക് പൊട്ടിച്ചു, പച്ചമുളക് ഇട്ടു, ശേഷം കുറച്ച് ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് ഇളക്കി കൊടുക്കും. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി, ഇത് ഇത്രയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കാം. കായപ്പൊടി ഇടാൻ മറക്കരുതേ, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. എന്നിട്ടൊരു ബൗളിൽ നമുക്ക് കുറച്ച് കേർഡ് എടുത്തിട്ട് ഈ വരട്ടി വെച്ചേക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് ഒരു പകുതി വേവ് മതിയാവും, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വേണ്ടവർക്ക് കുറച്ചധികം തന്നെ വേവിച്ചിട്ടിടാം, പക്ഷേ ഇതാണ് ഞാൻ അധികം ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കത്തിരിക്ക ഫ്രൈ കൂടി ഉണ്ടാക്കാമെന്ന് കരുതി. അതിനായിട്ട് ഞാനിവിടെ അവക്കാഡോ ഓയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തോ ഫ്രൈ ചെയ്താലും ഈ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കത്തിരിക്ക ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അവസാനമായിട്ട് കറിവേപ്പിലൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ എളുപ്പത്തിൽ ഞാനിന്ന് ബസ്മതി റൈസാണ് വെച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.